മാസപ്പടി കേസിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചതോടെ വീണ വിജയനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും കേസിന്റെ പരിധിയിലേക്ക് എത്തുകയാണ്. 2 കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടെന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരുന്ന CPIM-ഉം ഇതോടെ പ്രതിരോധത്തിലായി. കോടതിയുടെ നോട്ടീസിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയും നിർണായകമാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ CPM സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിനിടയിലാണ് പാർട്ടിക്കും സർക്കാരിനും കനത്ത ആഘാതമായി ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത്. മാസപ്പടി കേസിൽ മകൾ വീണ വിജയനൊപ്പം മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതോടെ ഒരു കാര്യം വ്യക്തമാകുന്നു: കേസിന്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി വരുന്നു. മുഖ്യമന്ത്രിക്ക് കോടതി നിർദ്ദേശപ്രകാരം മറുപടി നൽകേണ്ടിവരും. മാസപ്പടി കേസിനെ 2 കമ്പനികൾ തമ്മിൽ നടന്ന നിയമപരവും സുതാര്യവുമായ സാമ്പത്തിക ഇടപാട് എന്നായിരുന്നു CPM ഇതുവരെ വിശദീകരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു കേസുണ്ടോ എന്നും CPM നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. മാത്യു കുഴൽനാടന്റെ അപേക്ഷ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയപ്പോൾ മാസപ്പടി കേസ് തന്നെ ഇല്ലാതായി എന്ന മട്ടിലാണ് CPM അതിനെ ആഘോഷിച്ചത്. എന്നാൽ ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടതോടെ ഇതെല്ലാം വൃഥാവിലായി. മുഖ്യമന്ത്രിയുടെ പ്രിവിലേജാണ് ഒരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിക്ക് കരിമണൽ കമ്പനി പണം നൽകാൻ കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണം. അപ്പോഴെല്ലാം തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ച മുഖ്യമന്ത്രിക്ക് ഇനി അത് കോടതിയിലും പറയേണ്ടി വരുന്നു. മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവാത്തത് തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരാകാൻ കാരണമായെന്ന് CPM നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതി നോട്ടീസ് കൂടി വന്നതോടെ ഈ വാദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരും. പാർട്ടി വേദികളിൽ ഇത് ശക്തമായി ഉന്നയിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. റിപ്പോർട്ടർ, ആലപ്പുഴ.